ഹലോ ഗൈസ്, ഇന്ന് ഉച്ചത്തേക്ക് മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ നല്ല മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിരിഞ്ഞ് പോന്നു. ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലൊരു വറുത്തരച്ച തീയൽ വെക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം നമ്മളിത് അരച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നുണ്ട്. എല്ലാം ഒരു സ്ക്വയർ രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സവാള ഇടുന്നുണ്ട്, മത്തങ്ങ ഇടുന്നുണ്ട്, കിഴങ്ങ് ഇടുന്നുണ്ട്, വഴുതനങ്ങ ഇടുന്നുണ്ട്, വെണ്ടയ്ക്ക ഇടുന്നുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക് ഇതെല്ലാമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം നമ്മൾ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് നമ്മൾ ആ കിഴങ്ങൊന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നന്നായി